Good morning. Today we are celebrating the success of Adirath. Mr. Adirath, he got selected into Navy. He got selected into Air Force, both. Now he was in a dilemma whether to join Air Force or Navy. Air Force join ചെയ്യണോ അതോ Navy join ചെയ്യണോ എന്നുള്ള ഒരു ദ്വിവിധയിലായിരുന്നു. അപ്പം ആദ്യം വന്നത് നേവിക്കായിരുന്നു. അപ്പം നേവിക്ക് ഞാൻ പറഞ്ഞു, നേവി നീ ജോയിൻ ചെയ്യൂ, അവിടുന്ന് എനിക്ക് എയർഫോഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഔട്ടായിട്ട് എയർഫോഴ്സിലേക്ക് പോകാൻ പറ്റുമെന്നുള്ള. ഇന്ന് ഒരു മാസത്തോളം നേവിയിൽ വർക്ക് ചെയ്ത അവിടുന്ന് ഔട്ട് ചെയ്തു, ഒരു മാസത്തെ ശമ്പളം മേടിച്ച് അടുത്ത പോസ്റ്റിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിരത്ത്. അത് എയർഫോഴ്സിലേക്കാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ എം. ഹായ് എവരിവൺ, എൻ്റെ പേര് അതിരത്ത്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ക്യാപ്റ്റൻ അക്കാഡമിയിൽ ഞാൻ 1 ഇയർ ആയി ഉണ്ടായിരുന്നു. ഞാനിവിടെ NDAക്ക് വേണ്ടിയിട്ടായിരുന്നു വന്നത്, പക്ഷേ എനിക്കത് ക്വാളിഫൈ ചെയ്യാനായില്ല. പിന്നെ കേണൽ സാർ എന്നോട് പറഞ്ഞു ബാക്കിയുള്ള എക്സാമിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേവിക്ക് എയർഫോഴ്സിനൊക്കെ ട്രൈ ചെയ്തു. ഞാൻ നേവി സെക്കൻഡ് ലിസ്റ്റിന് വേണ്ടി ഞാൻ ക്വാളിഫൈ ചെയ്തു. എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റൻറ്റ് Y ഗ്രൂപ്പ് ആൻഡ് X ഗ്രൂപ്പിന് ഞാൻ കൊടുത്തു. അതിന് മൂന്നെണ്ണത്തിന് ഞാൻ ക്വാളിഫൈ ചെയ്തു. അപ്പോൾ സാറിനോട് ചോദിച്ചു ഏതാണ് കയറേണ്ടതെന്ന്. അപ്പോൾ സാർ പറഞ്ഞു ഫസ്റ്റ് ഏതാണോ വരുന്നത് അതിന് തൽക്കാലം കയറിക്കോ, കൈ കിട്ടിയത് കളയണ്ട. അപ്പോൾ ഞാൻ ഫസ്റ്റ് നേവീൻ്റെ ആയിരുന്നു വന്നത്. അങ്ങനെ ഞാൻ നേവി കയറി. അപ്പോൾ നേവിയുടെ 2 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എയർഫോഴ്സിൻ്റെ കോൾ ലെറ്റർ വന്നു, എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റൻറ്റ്. നേവി അഗ്നിവീർ ആയതിനെ കൊണ്ടും പിന്നെ എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റൻറ്റ് പെർമനൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് പെർമിഷൻ വാങ്ങി പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഞാൻ എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ സക്സസ്സിന് കാരണം ക്യാപ്റ്റൻ അക്കാഡമിയും കേണൽ സാറുമാണ്. Colonel's Academy, Sultan Bathiri, Vietnam.